പുതിയ വൈബും പുതിയ സ്റ്റൈലും തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കളക്ഷൻ ഓഫ് ബാഗ്സ് ഒരിടത്ത്. അതെ, നമ്മുടെ സ്വന്തം ബാഗ് ബസാർ. കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയ ട്രെൻഡി ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ. കളർഫുൾ, ഡ്യൂറബിൾ, സ്റ്റൈലിഷ്. വെക്കേഷൻ ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും യാത്രകളെ കൂളാക്കാൻ വേണ്ട എല്ലാത്തരം ട്രാവൽ ബാഗുകളും ഇവിടെ റെഡി. വീൽഡ് ട്രോളികൾ, ഡഫൽ ബാഗുകൾ, ബാക്ക് ബാഗുകൾ. ഏത് യാത്രയ്ക്കും മികച്ച ബാഗുകൾ ബാഗ് ബസാറിൽ നിന്ന് തിരഞ്ഞെടുക്കൂ. ട്രെൻഡി ലേഡീസ് ബാഗുകൾ, നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചായ ക്ലച്ചുകൾ, സ്ലിംഗ് ബാഗുകൾ, സ്റ്റൈലിഷ് ടോട്ട് ബാഗുകൾ. ട്രെൻഡി ഫാഷൻ ലോകത്തെ ന്യൂജൻ ബാഗുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാ സൈസിലും കളറിലും ഫിനിഷിലുമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ. സ്കൂൾ, ട്രാവൽ, ഫാഷൻ. ബാഗ് ഏതായാലും അഡ്രസ് ഒന്നേയുള്ളൂ: പയ്യന്നൂർ ബാഗ് ബസാർ. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉറപ്പ്. ഇന്ന് തന്നെ വരൂ, നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ് സ്വന്തമാക്കൂ. ബാഗ് ബസാർ, സ്റ്റൈലിഷ് ലൈഫിനായുള്ള നിങ്ങളുടെ ബാഗ് പാർട്ട്ണർ. നമസ്കാരം. ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ MLA TI മധുസൂദനൻ പയ്യന്നൂർ നഗരസഭയിലെ 21-ാം വാർഡ് മാവിച്ചേരിയിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങളുടെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും TI മധുസൂദനൻ MLA പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പും. അത്രമാത്രം ആവേശത്തോടെയും ഉത്സാഹത്തോടെയുമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അതിൽ പങ്കാളിയാവുന്നതിന് വന്നു ചേരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തികച്ചും സമാധാനപരമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റിന്, പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം ഇടതുപക്ഷം നേടും എന്നുള്ളത് തന്നെയാണ് പൊതുചിത്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പയ്യന്നൂർ നഗരസഭ 46 വാർഡുകളുണ്ട്. എല്ലാ വാർഡുകളിലും നല്ല നിലയിൽ ഉള്ള മത്സരം നടന്നിട്ടുണ്ട്. ഒരു രീതിയിലും ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ നേടും. നമ്മുടെ ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ രാമന്തളി മുതൽ ചെറുപുഴ വരെയാണ് 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും നിൽക്കുന്നത്. അവിടെയെല്ലാം അഭിമാനകരമായിട്ടുള്ള വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. സംശയമില്ലാത്ത നിലയിൽ ജനങ്ങൾ ആ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നതിൻ്റെ സൂചനകളാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിൽ 2-3 വാർഡുകളിൽ LDF വിജയിച്ചാൽ 1 കോടി രൂപ ചിലവിൽ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് ജോൺ ബ്രിട്ടാസ് MP തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് UDF കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ് ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൈവിട്ട സീറ്റുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാടായും മാട്ടൂലും ഞങ്ങൾ ഒരു അട്ടിമറി ജയം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ ഭരിക്കുന്ന 2 പഞ്ചായത്തുകളാണ് മാടായും മാട്ടൂലും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളിലും UDF ജയിച്ചു വരും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ മാടായിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മാടായി 2-3 വാർഡുകളിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുതിർന്ന CPM നേതാവും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസ് ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ വോയിസ് ആണ്. അദ്ദേഹം തന്നെയാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. 2-ാം വാർഡിൽ 3-ാം വാർഡിൽ മത്സരിക്കുന്ന സഹജൻ പണിക്കർക്കും 2-ാം വാർഡിൽ മത്സരിക്കുന്ന MK ശിവപ്രസാദിനും വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അവരെ വിജയിപ്പിച്ചാൽ 1 കോടി രൂപയുടെ ധനസഹായം ഞങ്ങൾ ആ വാർഡുകൾക്ക് നൽകിക്കൊണ്ട് ആ വാർഡിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് CPM നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചുവെന്നും അങ്ങനെ സമീപിച്ചപ്പോൾ ഞാൻ 1 കോടി രൂപ വീതം 2 വാർഡുകൾക്കും കൊടുക്കാമെന്നും അദ്ദേഹം സമ്മതിക്കുകയാണ്. പക്ഷേ അതിന് അദ്ദേഹം ഒരു കണ്ടീഷൻ പറയുകയാണ്, ഞാൻ 1 കോടി രൂപ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം, ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥികൾ LDFന്റെ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആ നാട്ടിലുള്ള വോട്ടർമാരോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു പെരുമാറ്റച്ചട്ട ലംഘനമാണ്. UDF എല്ലാ സ്ഥലത്തും ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഒരു കാരണവശാലും ഒരു മുതിർന്ന നേതാവിന്റെ അടുത്തുനിന്ന്, ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഒരു മുതിർന്ന നേതാവിന്റെ അടുത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു ഭാഷ്യമല്ല അത്.
അത് ജനങ്ങളെ സ്വാധീനിക്കാനാണ്, വോട്ടർമാരെ സ്വാധീനിക്കാനാണ്. അർഹിക്കുന്ന അപജ്ഞയോടെ അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനം അവിടുത്തെ വോട്ടർമാർ തിരസ്കരിക്കും. ആ 2 വാർഡിലും ഞങ്ങൾക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 വാർഡിലും UDFന്റെ സ്ഥാനാർത്ഥികളിൽ വിജയിച്ചു വരും. 2ാം വാർഡിൽ മത്സരിക്കുന്ന കക്കോപ്രവൻ മോഹൻ ആയിക്കോട്ടെ, 3ാം വാർഡിൽ മത്സരിക്കുന്ന ബാബു ആയിക്കോട്ടെ, 2 പേരും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും. കാരണം ഒരു കാരണവശാലും CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഒരു രാജ്യസഭാംഗവും മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ആൾക്ക് നിയമവശം കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് അങ്ങേയറ്റം ഖേദകരമാണെന്നും ഈ അവസരത്തിൽ പറയുക. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തൊരുക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഓല കൊണ്ട് മേഞ്ഞ സ്വാഗത കവാടവും മറ്റുമാണ് സേനാംഗങ്ങൾ ഒരുക്കിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഹരിതപെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയിച്ച് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തൊരുക്കി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 4ാം വാർഡിലെ ബൂത്താണ് ഹരിത ബൂത്താക്കി മാറ്റിയത്. ഓല കൊണ്ടുമേഞ്ഞ സ്വാഗത കവാടവും മാലിന്യങ്ങൾ ഇടാൻ ഓലക്കൂട്ടകളുമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരുക്കിയത്. സുഭാഷിണി, രേഷ്മ എന്നിവരാണ് ഹരിത ബൂത്താക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചത്. ഹരിതാപമാക്കുവാൻ ലക്ഷ്യത്തോടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കൂക്കാനം 4-5 ബൂത്തുകളിൽ ഹരിത ബൂത്തായി സജീവമായി പ്രവർത്തിക്കുന്നു. രാജൻ TV, ശ്രീയേഷ് TV, തമ്പാൻ എന്നിവർ മേൽനോട്ടം വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പെരിയോത്ത് 2ാം വാർഡിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീന്റെ തകരാർ കാരണം വോട്ടെടുപ്പ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. വോട്ടിംഗ് മെഷീനിലെ പ്രസ് ബട്ടന്റെ പ്രവർത്തനം നിലച്ചതാണ് വോട്ടിംഗ് തടസ്സപ്പെടാൻ കാരണമായത്. വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ പണികൊടുത്തത് കാരണം തൃക്കരിപ്പൂരിലെ ഒരു ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പെരിയോത്ത് 2ാം വാർഡിലെ സെന്റ് പോൾസ് IP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്ത ശേഷം ബട്ടൺ തിരിച്ചു വരുന്നില്ലെന്ന ആക്ഷേപമുയർന്നത്. വോട്ടിംഗ് മെഷീനിലെ പ്രസ് ബട്ടന്റെ പ്രവർത്തനം നിലച്ചതാണ് കാരണമെന്നാണ് വോട്ടർമാർ പറയുന്നത്. ഒരു തവണ മാത്രമാണ് പ്രശ്നമുണ്ടായതെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇതുമൂലം രാവിലെ 10 മണി മുതൽ അരമണിക്കൂർ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഉപവരണാധികാരിയും മറ്റുദ്യോഗസ്ഥരും സ്കൂളിലെത്തി പരിശോധന നടത്തി. രാവിലെ 10:45ഓടെ വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. പെരിയോത്ത് 2ാം വാർഡിലെ 2ാം ബൂത്തിൽ 884 വോട്ടർമാരാണ് ഉള്ളത്. ഇതുമൂലം വോട്ടിംഗ് സമയം നീട്ടി നൽകണമെന്ന് വിവിധ പാർട്ടികളുടെ ഏജന്റുമാർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CIS സംസ്ഥാന കമ്മിറ്റി അംഗം K. സജീവ് കുമാർ മാടായി ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. ഏറെ വിജയപ്രതീക്ഷയുണ്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് മുതൽ തികച്ച സമാധാനപരമായിട്ട് തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ 14ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം മുതൽ വികസന മുരടിപ്പ് അങ്ങേയറ്റം പ്രകടമാകുന്ന ഒരു പഞ്ചായത്താണ് മാടായി പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും പൊട്ടിപ്പൊളഞ്ഞ റോഡുകളും കാൽനട യാത്ര പോലും ദുസ്സഹമായ രൂപത്തിലുള്ള റോഡുകളും മഴക്കാലമായി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വെള്ളക്കെട്ടും ഒക്കെയുള്ള ഒരു വലിയ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് മാടായി പഞ്ചായത്ത് എന്ന് പറയുന്നത്. സമീപ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന രൂപത്തിലാണ് മാടായി പഞ്ചായത്ത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രചരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഗൃഹസന്ദർശനം നടത്തിയപ്പോൾ ആ ഒരു പ്രതിഷേധം ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു ഭരണമാറ്റം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ ഭരണത്തിൽ നിന്നും മാറേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ഉറച്ച ചിന്താഗതി തന്നെയാണ് മാടായി പഞ്ചായത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് 14ാം വാർഡിലെ വോട്ടർമാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ ശുഭപ്രതീക്ഷ എനിക്ക് തരുന്നുണ്ട്. തീർച്ചയായും ആ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിക്കുകയും ഭാവിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ വാർഡിൽ നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് വോട്ടർമാർക്ക് എനിക്ക് നൽകാനുള്ള ഈ അവസരം നൽകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ ഞാൻ നൽകിയിരിക്കുന്നത്. 72ാമത്തെ വയസ്സിൽ കന്നി വോട്ട് ചെയ്തതിന്റെ ആഹ്ലാദത്തിലാണ് തൃക്കരിപ്പൂർ ഒളവറ ഉളിയത്തെ ഏഴോക്കാരൻ കൃഷ്ണൻ. 4.5 പതിറ്റാണ്ട് കാലത്തെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്വസ്ഥമായ ശേഷമാണ് വോട്ടർ പട്ടികയിൽ വോട്ടുറപ്പിച്ചത്. കുവൈറ്റിലെ ഷർക്കിലുള്ള കാർബോഡി വർക്ക്ഷോപ്പിൽ തൊഴിലെടുക്കാൻ 1980 ജനുവരിയിലാണ് ഇദ്ദേഹം നാട്ടിൽ നിന്നും പോയത്. 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ നാട്ടിൽ തങ്ങിയ ശേഷം തിരിച്ചു പോകാറാണ് പതിവ്. ആ സമയങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേര് വന്നതുമില്ല. പ്രൈമറി വിദ്യാഭ്യാസത്തിനു ശേഷം മംഗളൂരുവിൽ നിന്ന് വർക്ക്ഷോപ്പിലെ ജോലികൾ പഠിച്ചു.
കുവൈറ്റിലെത്തി വർക്ക്ഷോപ്പിലെ ജോലികളിൽ മുഴുകി കൃഷ്ണൻ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉളിയം 13-ാം വാർഡിലെ വോട്ടറാണ് ഇപ്പോൾ. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ 2.5 വർഷമായി നാട്ടിൽ ഇദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കന്നിവോട്ടാണെങ്കിലും 3 വോട്ടുകൾ ഒരേ സമയം ചെയ്യാമെന്നത് ആഹ്ലാദം പകരുന്നതാണെന്ന് കൃഷ്ണൻ പറയുന്നു. കന്നി വോട്ടും 40 വർഷം കന്നി വോട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഞാൻ 40 വർഷം ഗൾഫിലായിരുന്നു. ഒരു നാട്ടിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ദുഃഖമാണിപ്പോൾ ആദ്യമായിട്ട് പുതിയ വോട്ട് ചെയ്തുകൊണ്ട് ഒരു സന്തോഷം. അതുകൊണ്ട് ഷിബിനാണ് നമ്മളെ എനിക്ക് പിന്നെ ഒന്നും അറിയായിരുന്നു. അവിടെ നമ്മുടെ അയൽവാസി ഷിബിനാണ് എല്ലാം ചെയ്തു എന്നത് അവരുടെ സന്തോഷം. നന്ദിയാണ്. ഭാര്യ പയ്യന്നൂർ എടാട്ട് സ്വദേശി കുന്നുംബ്രത്ത് ഇന്ദിരയും മക്കളുമൊത്താണ് കൃഷ്ണൻ ഒളവര ഗവൺമെന്റ് സങ്കേത UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തത്. പോളിമർ സയൻസിൽ എഞ്ചിനീയറായ മൂത്തമകൾ പ്രീതി എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. മകൻ MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ പ്രിയേഷ് MA ഹിന്ദി കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്. മകൾ പ്രിയങ്ക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൂടുതൽ ഇലക്ഷൻ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പുതിയ വൈബും പുതിയ സ്റ്റൈലും തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കളക്ഷൻ ഓഫ് ബാഗ്സ് ഒരിടത്ത്. അതെ, നമ്മുടെ സ്വന്തം ബാഗ് ബസാർ. കംപ്ലീറ്റ് കംഫർട്ടോടുകൂടിയ ട്രെൻഡി ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ. കളർഫുൾ, ഡ്യൂറബിൾ, സ്റ്റൈലിഷ്. വെക്കേഷൻ ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും യാത്രകളെ കൂളാക്കാൻ വേണ്ട എല്ലാത്തരം ട്രാവൽ ബാഗുകളും ഇവിടെ റെഡി. വീൽഡ് ട്രോളികൾ, ഡഫൽ ബാഗുകൾ, ബാക്ക് ബാഗുകൾ. ഏത് യാത്രയ്ക്കും മികച്ച ബാഗുകൾ ബാഗ് ബസാറിൽ നിന്ന് തിരഞ്ഞെടുക്കൂ. ട്രെൻഡി ലേഡീസ് ബാഗുകൾ, നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചായ ക്ലച്ചുകൾ, സ്ലിംഗ് ബാഗുകൾ, സ്റ്റൈലിഷ് ടോട്ട് ബാഗുകൾ. ട്രെൻഡി ഫാഷൻ ലോകത്തെ ന്യൂജൻ ബാഗുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാ സൈസിലും കളറിലും ഫിനിഷിലുമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ. സ്കൂൾ, ട്രാവൽ, ഫാഷൻ. ബാഗ് ഏതായാലും അഡ്രസ് ഒന്നേയുള്ളൂ: പയ്യന്നൂർ ബാഗ് ബസാർ. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉറപ്പ്. ഇന്ന് തന്നെ വരൂ, നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ് സ്വന്തമാക്കൂ. ബാഗ് ബസാർ, സ്റ്റൈലിഷ് ലൈഫിനായുള്ള നിങ്ങളുടെ ബാഗ് പാർട്ട്ണർ.